സാബു പിന്നെ നോക്കാൻ തുടങ്ങി. എന്നിട്ടും കണ്ടില്ല ആരെയും. സാബുവിന് ദേഷ്യം കയറി. സാബു അവളെല്ലാം വണ്ടിയിലാക്കാൻ തുടങ്ങി. അങ്ങനെ സാബുവിന് ഒത്തിരി വിഷമം തോന്നി. സാബു അങ്ങനെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. സാബു നമ്മളെ സ്വന്തം നായകനായ സാബുവിന് വേണ്ടി ഒരു ലൈക്ക് അടിക്കുക. എന്നിട്ട് സാബു വണ്ടി മാസമായിട്ട് തിരിച്ചിട്ട് ഒരാൾ വിളിച്ച് പറഞ്ഞു, ഞാനൊരു ഹാക്കറാണ്, നിൻ്റെ അമ്മേനെ കൊന്നവരെ എനിക്ക് അവിടെ അറിയാം, നീ അമ്മ കയറാമിൻ്റെ മണ്ടയ്ക്ക് കയറിയാൽ മതി. സാബു അവിടെ തന്നെ ആയിരുന്നു. സാബു പറഞ്ഞു, ഓക്കെ ഞാൻ എൻ്റെ മണ്ടയ്ക്ക് കയറാം, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മണ്ടയ്ക്ക് കയറും. ഇവിടെ കയറിയവരെല്ലാവരും മരിച്ചിട്ടാവുള്ളത്, പക്ഷെ ഞാൻ മരിക്കത്തില്ല. സാബു അറിയാതെ വണ്ടിയിൽ നിന്ന് വീണ്. സാബു മരിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റി. സാബു ഒരു വലിയ മനുഷ്യനാണ്. സാബു മരിക്കണമെങ്കിൽ ഭൂമി കുലുങ്ങണം. സാബുവിൻ്റെ കാറെടുക്കാൻ പോയി. ആരോ സാബുവിനെ വെടിവെച്ച്. അങ്ങനെ സാബു അങ്ങനെ പറഞ്ഞു. സാബു പതുക്കെ ഓടാൻ തുടങ്ങി. എനിക്ക് രക്ഷപ്പെടണം. സാബുവിൻ്റെ കാറെടുക്കാൻ വേണ്ടി ഓടി. എന്താ പറ്റിയിരിക്കുക, പെട്ടെന്ന് പോകണം, ഇല്ലെങ്കിൽ ജീവിതമാണ് നശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സാബു ഓടാൻ തുടങ്ങി. സാബു പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഒരാൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നു. അന്നേരം അയാൾ പറഞ്ഞു, അയാളിപ്പോൾ രക്ഷിക്കണം, കാരണം അയാൾ ഒരു റോബോട്ടാണ്. റോബോട്ടിന് പിന്നെയും പുനർജനിക്കാൻ പറ്റും, മനുഷ്യരങ്ങനല്ല. എന്നുകൊണ്ട് അയാൾ പിന്നെയും മണ്ടയ്ക്കോട്ട് കയറാൻ തുടങ്ങി. അയാളിന്ന് പൂർണ്ണ വിശ്വാസത്തോടെ മണ്ടയ്ക്കോട്ട് കയറി. എങ്കിലും അയാൾ വീണു. അയാൾക്കൊന്നും പറ്റിയില്ല. അയാളൊരു സൂപ്പർ പവറുള്ള വ്യക്തിയായിരുന്നു. അയാൾക്കൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അയാളെ വീഴ്ത്താൻ നോക്കിയവരെ അയാളെ പിടിക്കുകയും ചെയ്തു. അയാളങ്ങനെ ഇറങ്ങുകയും ചെയ്തു. അയാൾക്ക് സ്പൈഡർമാൻ്റെ ശക്തി കിട്ടിയിട്ടത് മാറി പെട്ടെന്ന്. പിന്നെ അയാൾ പറഞ്ഞു, അയാളുടെ കാറ് മറിഞ്ഞോണെന്ന് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി. അയാളുടെ കാറിന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാളുടെ സ്വന്തം ബൈക്ക് വിളിച്ചു. അയാളുടെ സൂപ്പർ സ്പ്ലെൻഡർ. അയാൾക്ക് അത് മാത്രമേ ഉള്ളൂ. അയാളുടെ കാറ് പോയതിനാൽ പിന്നെയും കരയാൻ തുടങ്ങി. അയാൾക്ക് ആ ബൈക്കും ആ കാറും മാത്രമേ ഉള്ളൂ. അയാൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനെന്തോ ചെയ്യും, എൻ്റെ കാറ് പോയി, എൻ്റെ സുഹൃത്തുക്കളും ഇല്ല, എനിക്കൊരു സുഹൃത്തും എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. സാബുവിന് ഒരു ഐഡിയ തോന്നി, ഇനി ഞാൻ ഇതിനകത്തേക്ക് വരുന്നില്ല, ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി അയാളെ കണ്ടുപിടിക്കും. അങ്ങനെ പറഞ്ഞു. സാബു മുമ്പോട്ട് പോയി. സാബുവിനൊരു ഐഡിയ കിട്ടി. അത് കേൾക്കുന്നതിന് മുമ്പ് 50% ആൾക്കാരും ലൈക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സാബുവിനൊരാൾ അവിടെ ഉണ്ടെന്ന് തോന്നി. സാബു ഒത്തിരി വളച്ചു നോക്കി. എന്നിട്ടും അയാളുടെ അടുത്ത് എത്താൻ പറ്റില്ല. കാരണം സാബുവിൻ്റെ ബൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം അയാൾ റോബോട്ടാണ്. അങ്ങനെ സാബു ആ റോബോട്ടിൻ്റെ അടുത്ത് ചെല്ലാൻ വേണ്ടി നരസിംഹത്തിനെ വിളിച്ചു. നരസിംഹം. പക്ഷേ സാബു നരസിംഹത്തിനെ വിളിക്കുന്നതിന് മുമ്പ് സാബുവിൻ്റെ ഒരു കാലൊടിഞ്ഞു. സാബു വിഷമിച്ചു. കാല്, ഇനി ഞാൻ നരസിംഹത്തിനെ വിളിച്ചേ പറ്റൂ. എൻ്റെ സ്വന്തം വളർത്തുമുള്ള നരസിംഹം. നരസിംഹത്തിനെ വിളിച്ചു. നരസിംഹം അവിടെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് നരസിംഹത്തിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു. ഞെട്ടിപ്പോയി. എന്നിട്ട് മനസ്സിലായി, നായകൻ ചില്ലറക്കാരനല്ല, ഇത്രയും പവറുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അവൻ ആ സിംഹത്തിനെ കൊണ്ട് എല്ലാവരെ ഓട്ടിപ്പിച്ചു. എവിടെ പറയൂ, എവിടെ? നീ എവിടെ ആയാലും പുറത്ത് വന്നു.
എന്ന് പറഞ്ഞു. എന്നിട്ട് അവന് ദേഷ്യം കയറി. അവൻ ഇനി കളത്തിലിറങ്ങാൻ പോകുന്നു. സിംഹത്തിനെ കൊണ്ട് ഒത്തിരി പേര് കളിപ്പിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ ചിന്തിച്ചു, അവനൊരു ഈസി മാർഗം. അവൻ്റെ കാറ് തോണ്ടുന്നു. അവൻ്റെ കാർ വരുന്നുണ്ട്. അവൻ്റെ കാർ നിർത്തിക്കണം. നിർത്തടാ, കാർ നിർത്ത്. പിന്നെ അവൻ പുറത്ത് കയറിയിട്ട് അവൻ പോയി. അവൻ ആക്ഷൻ ഹീറോ ബിജുവിനെ പോലെ അവനൊരു മാസം കാണിച്ചിട്ട് പോയി. നീ പോടാ, ഇനി നീ ഉണ്ടാവത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ തുടങ്ങി. അവൻ എന്നിട്ട് നേരെ പോയത് അവൻ്റെ സ്വന്തം കാർ ഷോറൂമിലേക്കാണ്. ഈ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇനിയും വരും ആ റോബോട്ടിൻ്റെ അനിയൻ അവനോട് കഥ കൊടുക്കും. പക്ഷെ അതൊന്നും അറിയത്തില്ല.